ഇവിടെ സ്വർണ്ണപ്പാളി വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ സ്വർണ്ണപ്പാളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിരിക്കാൻ സാധ്യത, ഇതെല്ലാം പോസിബിലിറ്റീസാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം അതുപോലെ അതിൻ്റെ അളവെടുത്തതിന് ശേഷം അത് കപ്പലിൽ എവിടെ പോയി കാണും? വിദേശ രാജ്യങ്ങളിൽ പോയി കാണും. ഫ്ലൈറ്റിൽ പോകാൻ ഒരു സാധ്യതയില്ല. അതിന് ഫ്ലൈറ്റിൽ കൊണ്ടുപോയാൽ വേറെ ഫോർമാലിറ്റി വളരെ വലുതാണ്. രണ്ടാമത്തെ സാധ്യത, ഇത് കൊണ്ടുപോയി അതിൽ സ്വർണ്ണമുണ്ടായിരുന്നെങ്കിൽ ആ സ്വർണ്ണമെല്ലാം എടുത്തു മാറ്റി പുതിയ സ്വർണം കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ജുവലറിക്കാരെ കയ്യിൽ എന്ത് കാണും? എടുത്ത ജുവലറിക്കാരെ കയ്യിലോ അവരും, കാര്യം 4-5 വർഷം ആയല്ലോ സംഭവം നടന്നിട്ട്, അവർ മറ്റുള്ളവർക്ക് സ്വർണം കൈമാറുകയോ ചെയ്ത രൂപത്തിൽ സ്വർണം കാണും. മൂന്നാമത്തെ സാധ്യത, അതിനെ മൊത്തത്തിൽ മാറ്റിയിട്ട് പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനം തയ്യാറാക്കി ഇങ്ങോട്ട് കൊടുക്കുകയും അതുപോലെ അത് വിദേശത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡി മണിയെ കിട്ടിയ സാഹചര്യത്തിൽ അപ്പോൾ ഇത് കൃത്യമായി വിദേശ രാജ്യത്തിൻ്റെ ആൻറ്റിക്വിറ്റ്സ് വിൽക്കുന്ന പുരാവസ്തു കാര്യങ്ങൾ വിൽക്കുന്ന സ്ഥലത്തേക്ക് അതേ ഫോർമാറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ, എടുത്തത് അതേ ഫോർമാറ്റിൽ പോവുകയും അതിൻ്റെ അളവെടുത്ത് വേറെയാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും തൊണ്ടി മുതൽ എവിടെയായിരിക്കും? വിദേശത്തായിരിക്കും. കേരളത്തിൽ തന്നെ ഈ പൊളിറ്റിക്കൽ ലീഡർമാരിലും മുതലാളിമാരിലും വ്യവസായം, ഇപ്പോൾ മൂവാറ്റുപുഴ ഒരു വ്യവസായിയുടെ വീട്ടിൽ ഇത് കൊണ്ടുവച്ചതായിട്ട് പറയുന്നു. ആ വ്യവസായിക്ക് ഇതിൻ്റെ ഏതെങ്കിലും തരത്തിൽ ശബരിമല സ്വർണ്ണമാണെന്ന് പറഞ്ഞ് വരെ ലോക്കറ്റോ സ്വർണ്ണം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കെങ്ങനെ അറിയാം? ജയറാമിൻ്റെ വീട്ടിൽ ഇത് കൊണ്ടുവച്ചു എന്ന് പറയുന്നു. പോകാൻ സമയത്ത് ഇതിൽ നിന്നുള്ള സ്വർണ്ണമാണെന്ന് പറഞ്ഞ് അധികം വന്നതാണെന്നോ അല്ലെങ്കിൽ പണിതപ്പോൾ മിച്ചം വന്നതാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ഉപകരണം, ഒരു ആഭരണം കൊടുത്തോ എന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് തൊണ്ടി മുതൽ ഇവർക്ക് നേരിട്ട് പോയി ഒരു ജുവലറിയിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറ്റാത്തത്. രമേശ് ചെന്നിത്തല കൊടുത്തൊരു വ്യവസായി ഉണ്ടല്ലോ, ആ വ്യവസായിയുടെ ഒറിജിനൽ വ്യവസായം എന്താണ്? അതേ ഇത് കണ്ടു എന്നല്ലേ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ വ്യവസായം എന്താ? ഇതുപോലത്തെ കാര്യങ്ങളാണോ? അതോ പോസിറ്റീവായി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ? അപ്പോൾ ഇത് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളെയും, തിരുവിതാംകൂറിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെയും അതേപോലെ പരമശിവ ക്ഷേത്രം പോലുള്ള പ്രമുഖമായ ക്ഷേത്രങ്ങളുടെ എല്ലാം ഈ പോലത്തെ ഐറ്റങ്ങൾ കൊണ്ടുപോയി വിൽക്കാനുള്ള വലിയൊരു ലോബി ഉണ്ടോ എന്നറിയണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ഇതിൻ്റെ തൊണ്ടി കിട്ടണം.